കെ.പി.സി.സി സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ നാട്ടുകയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ CC മുകുന്ദന് സീറ്റ് വാങ്ങിക്കൊടുക്കാൻ ഡൽഹിക്ക് കൊണ്ടുപോയത് തന്നോടുള്ള അസൂയ കൊണ്ട്. മുകുന്ദന്റെ BJP മനസ്സ് അയൽവാസിയായ ആൾ അറിഞ്ഞില്ലെന്നും പരിഹാസം. പ്രതിസന്ധികളെ അതിജീവിച്ച് നാട്ടുകയിൽ വിജയിക്കുമെന്നും സുനിൽ ലാലൂർ 24-നോട് പറഞ്ഞു. ശ്രീകുമാരൻ സുനിൽ ലാലൂരിനൊപ്പം ചേരും. നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ന് അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് അങ്ങനെ പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം? ജനം മറുപടി നൽകും ആർക്കാണെങ്കിലും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ MLA എനിക്കെതിരെ മത്സരിച്ച ആൾ വിജയിക്കുകയും അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ളൊരു പാർട്ടി പ്രവർത്തകൻ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാണ്. ഒരു ജനാധിപത്യ ചേരിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതൊരു അടിസ്ഥാനമുള്ളൂ. BJPയിലേക്ക് പോയില്ലല്ലോ എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടത്. പിന്നെ പുള്ളീനെ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിച്ച് ഡൽഹിക്ക് കൊണ്ടുവന്നു. ഡൽഹിയിലേക്ക് അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഡൽഹിക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ അവിടെ ചെന്ന് AICC നേതൃത്വവും പ്രധാനപ്പെട്ട നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ അദ്ദേഹത്തെ കണ്ട് മാന്യമായി സംസാരിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് പോകുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടില്ല. വാക്ക് കൊടുക്കാൻ നടത്തിയ ആളുകൾ അവർ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാനിവിടെ നിന്നതിൻ്റെ ഒരു മര്യാദയെങ്കിലും എന്നോട് കീപ്പ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിപരമാണ് നമ്മുടെ ജില്ലയിലെ രാഷ്ട്രീയം, വൈരാഗ്യമാണ് രാഷ്ട്രീയം. ആ വൈരാഗ്യം വ്യക്തിപരവും ഇനി രാഷ്ട്രീയത്തിൽ പാടില്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പാടില്ല. CC സെക്രട്ടറി ജോസ് വള്ളൂരാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയത്. സ്വാഭാവികമായി അതിനുശേഷം പിന്നീട് കാണുന്നത് അദ്ദേഹം മുഖമൊക്കെ പൊത്തി ഒരു ഓട്ടോയിലേക്ക് വേണ്ടി ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ്. പിന്നീട് അദ്ദേഹത്തെ പിന്നെ ചാലക്കുടിയിലെ യോഗത്തിൽ വെച്ച് മാത്രമാണ് കാണുന്നത്. അങ്ങേക്കെതിരെ ഒരു ഗൂഢാലോചന എന്ന് പറയാൻ കഴിയുന്നത്? ഇതൊരു കോൺസ്പിറൻസിയുടെ വിഷയമല്ല. ഇത് ഒരു ഗൂഢാലോചനയൊന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ട് ഒരു ജലസി സംഭവിക്കുമല്ലോ ആർക്കാണെങ്കിലും. ആ ജലസിയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലാണ്ട് വേറൊന്നുമില്ല. അത്തരം ജലസികൾ ഇനി സ്ഥാനമില്ല എന്ന് ഈ പാർട്ടിയിൽ. അത്തരം ജലസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശരിയല്ല. അത് തുറന്നു പറയുക എന്നുള്ളതാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കണം. ഇങ്ങനെ ഇത്തരത്തിൽ വ്യക്തിപരമായി ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പാർട്ടി അന്വേഷിച്ചു. ഇവിടുത്തെ DCC ലീഡർഷിപ്പിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതും അങ്ങനെ തീരുമാനമൊന്നും പാർട്ടി എടുത്തിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ DCC ലീഡർഷിപ്പ് അറിയാതെയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് സംസാരിച്ചിരുന്നു. അത്തരം സമയങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് അന്ന് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം AICCയുടെ ഭാഗത്തുനിന്നോ KPCCയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് പിറ്റേ ദിവസം എയർപോർട്ടിൽ ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് BJP ഓഫീസിലേക്ക് പോകുന്ന സമയം, ആ സമയത്ത് തടയാൻ കഴിയാത്ത ആളുകൾ അദ്ദേഹത്തെ ഡൽഹിക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിലനിർത്തേണ്ടായിരുന്നു. ഈ മതേതര മുന്നണിയിൽ നിലനിർത്താൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഹൃദയവേദന ഉണ്ടാക്കിയത്. തിരിച്ചടിയായോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ജനം നൽകുന്ന വിജയം പരിപൂർണമായി അത് വിജയിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു മൗത്ത് പബ്ലിസിറ്റിയോടുകൂടി പറയുന്നുണ്ട്. അതൊരു ആത്മവിശ്വാസമാണ്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.